എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശുംഭ നിശുംഭ വധമാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. ദേവി ഭാഗവതത്തിലെ 9-10 അധ്യായങ്ങളാണ് ശുംഭ നിശുംഭ വധം പ്രതിപാദിക്കുന്നത്. ഈ അസുരന്മാർക്ക് ബ്രഹ്മദേവനിൽ നിന്ന് ഒരനുഗ്രഹം ലഭിച്ചിരുന്നു. മനുഷ്യനോ മൃഗമോ പക്ഷിയോ ദേവന്മാരോ ആരാലും കൊല്ലപ്പെടാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു വരം ലഭിച്ചതിനാൽ തന്നെ വളരെയധികം ക്രൂരന്മാരും ദുഷ്ടന്മാരും ആയിത്തീർന്നു. ഒരു സ്ത്രീയാൽ മാത്രമേ ഇവരുടെ വധം നടക്കുകയുള്ളൂ. അങ്ങനെ അവരെ കൊല്ലാൻ തക്ക ഒരു സ്ത്രീ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വരം ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ ദുഷ്ടന്മാരും ഭയങ്കരന്മാരുമായി തീർന്നത്. അങ്ങനെ ശക്തി പ്രാപിച്ച ഈ ഭൂതഗണങ്ങൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ തുടങ്ങി. അവരെ പീഡിപ്പിക്കുകയും മറ്റേതൊരു ദേവതയെക്കാളും ഇരുവരെയും ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2 സഹോദരന്മാരെയും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദേവതകൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം തങ്ങളെ സഹായിക്കുമെന്ന് ദേവിയുടെ വാക്ക് ഓർത്തു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ വികാരങ്ങളുടെയും സംവേദനങ്ങളിലും വസിക്കുന്ന ആ മഹാശക്തി, എല്ലാ ദേവതകളും ഒരുമിച്ച ആ ദേവി, അങ്ങനെ എല്ലാ ദേവന്മാരും കൂടി ദേവിയെ സ്തുതിച്ചു. ശുംഭ നിശുംഭന്മാരുടെ ഏറ്റവും വലിയ പിന്തുണയായ രക്തബീജൻ അവസാനിച്ചപ്പോൾ നിരാശരായ അസുരന്മാർ അപ്പോഴും അഭിമാനിക്കുകയും തങ്ങളുടെ ശക്തിയും പരമവുമായ അജയ്യരുമായ ശുംഭ നിശുംഭന്മാർ നിലനിൽക്കുന്നു എന്നതിനാൽ തങ്ങൾക്കൊരിക്കലും പരാജയമുണ്ടാവുകയില്ല എന്നും കൗശികാദേവിയെ നിലത്തൂടെ വലിച്ചിഴയ്ക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അസുരന്മാരുടെ ഈ വിശ്വാസം ശുംഭ നിശുംഭന്മാരെ ഒന്നുകൂടി ദേഷ്യത്തോടെ ദേവിയോട് അടുക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ കോപത്തോടെ തൻ്റെ വാളുകൾ ഉയർത്തി നിശുംഭൻ ദേവിയോട് അടുത്തു. മൂർച്ചയേറിയ വാളുകളുമായി ദേവിയുടെ നേരെ ചാടിയപ്പോൾ ദേവി കൗശികി പുഞ്ചിരിച്ചുകൊണ്ട് മയിൽ തൂവലുകൾ കൊണ്ട് നിർമ്മിച്ച അമ്പുകൾ ഉപയോഗിച്ച് ആ വാളുകൾ തകർത്തു കളഞ്ഞു. അവർ ഗദകൾ ഉയർത്തിയപ്പോൾ ദേവി ദൈത്യന്റെ ശക്തമായ കൈകളും തോളും വെട്ടിമാറ്റി. മുഴുവൻ ദേവന്മാരും വിജയഭേരി മുഴക്കി. സൗമ്യവും സുഗന്ധപൂരിതവുമായ പുഷ്പങ്ങൾ ചൊരിയുകയും ചെയ്തു. ഇത് കണ്ട് ഒട്ടും സഹിക്കാനാവാതെ ശുംഭൻ തൻ്റെ ആനപ്പുറത്തു നിന്ന് ചാടി എഴുന്നേറ്റു. എന്നാൽ ദേവി ഒട്ടും പരിഭ്രാന്തിയോ ഭയമോ ഒന്നും കൂടാതെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അസ്ത്രങ്ങളും കായിക അധ്വാനവും കൊണ്ട് ആനയുടെ കുംഭസ്ഥലം തകർത്തു കളയുകയും മറ്റൊന്നുകൊണ്ട് ശുംഭന്റെ അഹങ്കാരം നിറഞ്ഞ ശിരസും തകർത്തു. കാർത്യായനി ദേവി എല്ലാ ശത്രുക്കളെയും ഉന്മൂലനം ചെയ്തപ്പോൾ ഇന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ സന്തോഷത്തിന്റെ വിജയഭേരി മുഴക്കി. നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുന്നതിൽ അടക്കിപ്പിടിച്ച ആഹ്ലാദത്തോടെ സ്വതസിദ്ധമായ അവരുടെ ആത്മാർത്ഥമായ അഭിനന്ദനം സ്തുതികളായി പുറത്തു വന്നു. അമ്മേ ദേവി, ശിരസ്സുകൾ താഴ്ത്തിയും കൈകളിലെ പൂക്കളുമായി ഭക്തിയോടെയും സമർപ്പണത്തോടുകൂടിയും നിന്നിൽ അഭയം പ്രാപിക്കുന്നവൻ ഒരിക്കലും ആരാലും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. എന്നാൽ തീർച്ചയായും സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടി വിജയിക്കുകയും ചെയ്യും. അമ്മേ ദേവി, നിന്റെ മഹത്വം അവർണ്ണനീയം.